കുഞ്ഞിനെ പോലെ പോറ്റി വളർത്തിയ ഗൃഹനാഥൻ വിട പറഞ്ഞപ്പോൾ കണ്ണുകൾ നനഞ്ഞ് ഒരു നായയുടെ വിട നൽകലാണ് അടുത്ത റിപ്പോർട്ട്. ക്യാൻസർ ബാധിതനായിരുന്ന 69-കാരൻ PM മാത്യുവിന്റെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകവേ ഓടിയെത്തിയ നായയുടെ കാഴ്ച പ്രേക്ഷകരുടെ നെഞ്ചിലും വിങ്ങലുണ്ടാക്കുമെന്ന് തീർച്ചയാണ്. തിരുവല്ല മേപ്രാൽ കട്ടപ്പുറത്ത് പാലത്തെട്ടയിൽ PM മാത്യുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്ത് നായയാണത്. ഇതിന് 4 വയസ്സ് പ്രായമുണ്ടല്ലോ. അന്ന് അച്ചായൻ മരിച്ച് ബോഡി ആംബുലൻസിലേക്ക് കയറ്റിയ സമയത്ത് സത്യത്തിൽ ഇവനെ എവിടെയായിരുന്നു മാറ്റിയിട്ടിരുന്നത്? പുറവശത്തെ ഒരു റൂമിനകത്ത് കഥവെല്ലാം കടിച്ചു പറിച്ചു ചാടി. നമ്മൾ അവനെ സുരക്ഷിതമായിട്ട് ഇവിടെ ആക്കി അവനെ മറിപ്പുണ്ടാക്കുമെന്ന് അറിയാം. എന്നാൽ അതുപോലെ അച്ചാനുമായിട്ട് ഭയങ്കര സ്നേഹം അവന്. പുള്ളി 1 മിനിറ്റ് കാണാൻ നിൽക്കത്തില്ല. അന്നേരം അങ്ങനെ ബന്ധോസായി നമ്മൾ പൂട്ടി താക്കോലി ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ പട്ടി എടുത്ത സമയത്ത് ആംബുലൻസെ കാണുന്നതിന് നേരത്തെ പിന്നെ ആരോ വലിച്ചു കുറച്ച് മാറ്റിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അച്ഛനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ ആംബുലൻസിൽ നിന്ന് വലിച്ചിറക്കുന്നതാണ് ഞാൻ കാണുന്നത്. എങ്ങനെ അവൻ എങ്ങനെ വന്നെന്നറിയത്തില്ല. ആ സമയത്തേക്ക് തുടല് പൊട്ടിച്ചതാണോ? തുടലൊന്നുമില്ല, തുടലുമില്ല, ബെൽറ്റുമില്ല. ബെൽറ്റ് സഹിതം ഊരിയാവും വന്നത്. രാവിലെ മുതലുള്ള പരിശ്രമമാണ്. അന്നേരം ആ സമയം അവനേതായാലും ഓടി വന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ ആംബുലൻസിലോട്ട് കയറും. മോൻ എന്നെ പിടിച്ച് കയറ്റുക. അതിൻ്റെ പുറം ഞങ്ങളുടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓരോരുത്തരോട് കയറുക. അവർ കയറാൻ ഇവൻ നോക്കി നിൽക്കുക. ഒരു ലാസ്റ്റിൽ ഇവനും വലിഞ്ഞങ്ങ് ചാടിക്കയറി. അന്ന് മുതൽ ഇവനും മൗനമാണ്. PM മാത്യുവിനോടൊപ്പം കട്ടിലിൽ ഒരു പുതപ്പിനടിയിൽ ഉറങ്ങി ശീലിച്ചതാണ് ആത്മബന്ധത്തിന്റെ കാതൽ. അയൽപ്പക്കത്തെ വീടിന്റെ തൊടിയിൽ പ്രസവിച്ച തെരുവു നായയുടെ കുട്ടിയെ മാത്യു ചായൻ എടുത്തു വളർത്തുകയായിരുന്നു. ഭക്ഷണം വാരി നൽകി, കുഞ്ഞിനെന്ന പോലെ. അച്ഛനാ വളർത്തിയതും കൊടുത്തതും എല്ലാം ഞാനിങ്ങനെ ആഹാരം വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. താച്ചാനുമായിട്ടായിരുന്നു എപ്പോഴും. താച്ചാനെ കാണാൻ നിൽക്കത്തില്ല. രാവിലെ മീനൊക്കെ പിടിക്കും പുള്ളി. അന്നേരം അതിൻ്റെ പുറകിന് ഇവനും കൂടും. രാവിലെ മുതൽ താച്ചാൻ്റെ പുറകിന്. പിന്നെ വയ്യാതായ പിന്നെ ഇവൻ വീട് വിട്ട് പുറത്തോട്ടും പോകത്തില്ല. ആ മുറിയുടെ വാതൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. കയറണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുറി വന്ന് എത്തി ഇങ്ങനെ നോക്കും. അങ്ങ് മവിനിച്ചും തിണ്ണലെവിടെയെങ്കിലും വന്നിരിക്കും. രാവിലെയും വൈകിട്ടും വന്ന് റൂമിനകത്തോട്ട് നോക്കും. ആഹാരം കൊടുത്തിരുന്നത് അച്ഛൻ കൈ കൊണ്ട് തന്നെ വായിച്ചു കൊടുക്കും. രോഗം കലശലായ കാലത്ത് മാത്രമാണ് ടൈഗറിനെ അകറ്റി നിർത്തിയത്. അപ്പോഴും ഇടയ്ക്കൊക്കെ അവൻ